السلام عليكم ورحمة الله تعالى وبركاته. റമദാനിൽ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ഫർദിന്റെ പ്രതിഫലമാണല്ലോ. എന്നാൽ കൂടുതലും ആളുകൾ അശ്രദ്ധയിലായി പോകുന്ന, അറിയാതെ പോകുന്ന സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് ഇന്ന് പറയാനാണ്. عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم من صلى بعد المغرب 6 ركعات لم يتكلم بينهن بسوء أذن له بعبادة 12 سنة. رواه الترمذي. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം 6 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ, ആ 6 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൻ്റെ ഇടയിൽ, അതായത് മഗ്‌രിബ് കഴിഞ്ഞതിന് ശേഷം വെറുക്കപ്പെടുന്ന ആയ ചീത്തയായ കാര്യങ്ങൾ സംസാരിക്കാതെ, അല്ലാതെ സംസാരിക്കാതെ അവൻ നിസ്കരിച്ചാൽ, ആ നിസ്കാരത്തിന്, ആ 6 റക്അത്തിന് 12 വർഷത്തിന്റെ ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പലപ്പോഴും മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് പലവരും അശ്രദ്ധയിലായി പോകുന്ന ഒരു സമയമാണ്. കാരണം നോമ്പ് തുറന്നതിന് ശേഷം, ഇത് നോമ്പിൽ മാത്രമല്ല മറ്റുള്ള സമയങ്ങളിലും നിസ്കരിക്കാവുന്നതാണ്. അന്ന ആയിഷ റളിയല്ലാഹു അൻഹാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ സ്വല്ല ബൈനൽ മഗ്രിബി വൽ ഇശാഇ 20 റക്അത്തൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആയിഷ തൊട്ട് ഹബീബായ തങ്ങൾ പറയുകയാണ്, ഒരാൾ ഇശാഇന്റെയും മഗ്രിബിന്റെയും ഇടയിൽ 20 റക്അത്ത് നിസ്കരിച്ചാൽ അയാൾക്ക് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അയാൾക്ക് ഒരു വീടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു من صلى 6 ركعات بعد المغرب قبل أن يتكلم غفر له بها ذنوب 50 سنة. ഒരാൾ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം 6 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ, സംസാരിക്കുന്നതിന് മുമ്പായി, എന്നാൽ ആ 6 റക്അത്തിന്റെ പ്രതിഫലമായി അവന്റെ 50 വർഷത്തിന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെ എത്ര വലിയ ദോഷം ചെയ്തവനാണെങ്കിൽ പോലും, വൈകാന മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിലെ നുര പോലെയുള്ള ദോഷങ്ങളാണ് അവനിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ പോലും, മഗ്‌രിബ് ഇശാഇന്റെ ഇടയിൽ 6 റക്അത്ത് നിസ്കരിക്കുന്നവർക്ക് അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ സമയം വളരെ പവിത്രമേറിയ സമയമാണ്. ഒരുപാട് ഹദീസുകൾ ആ സമയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഹദീസ്, ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വതഅ എന്നെല്ലാം, ഇന്ന നാശിഅത്തൽ ലൈലി എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുസ്സമ്മിൽ പറഞ്ഞ ആ ആയത്തിന്റെ തഫ്സീറുകളിലെല്ലാം കാണാം. അത് ആ സമയം മഗ്‌രിബ് ഇശാഇന്റെ ഇടയിലുള്ള സമയമാണ്. കൂടുതലും ജനങ്ങൾ അശ്രദ്ധയിലായി പോകുന്ന സമയമാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാലും റമദാനുൽ ശരീഫിൽ ആരും അശ്രദ്ധരാവാതെ ആ സമയം സുന്നത്ത് നിസ്കരിക്കാൻ പരമാവധി സമയം കാണണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മളെ അമലുകളെല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.